നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ പറഞ്ഞില്ലേ താലിക്കൊരു നേരുണ്ടെന്ന്? അപ്പോ വിഷ്ണു ശാലിനിയുടെ കഴുത്തിൽ ചാർത്തിയ താലിയോ? അതിനെക്കുറിച്ച് നീ എന്താ മറന്നുപോയത്? മറന്നുപോയതല്ല, മനഃപൂർവ്വം ഓർക്കാത്തതാ. സത്യമേ, ദയവേത് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. പപ്പി ഒരു കുട്ടിയല്ലേ, അവളുടെ കൊച്ചു ബുദ്ധിയില്. കൊച്ചു ബുദ്ധിയോ? ഇവളുടേത് കൊച്ചു ബുദ്ധിയല്ലടാ, ആന ബുദ്ധി, കാട്ടാന ബുദ്ധി. എന്താ ഇവള് ചെയ്തു കുട്ടിയെന്ന് അറിഞ്ഞാലേ നിനക്കൊക്കെ മനസ്സിലാവും. അതൊന്നും ഇനി വിശദീകരിക്കണമെന്നില്ല. കുടുംബശ്രീന്ന് വിളിച്ച് ശ്യാമൊഴി ഞങ്ങളെല്ലാം അറിഞ്ഞു. ഓ, ഇനി നീ കുഞ്ഞിനെ ഉപദ്രവിക്കുന്ന പേടിച്ചാ ഞങ്ങളെല്ലാം ഇവിടെ കാത്തു നിന്നത്. വിഷ്ണുചന മോളിങ് നോക്ക്, കരയല്ലേ, വിഷ്ണുച്ചൻ കൊണ്ടുപോവാ. പോവാം. സാരമില്ല സാരമില്ല, വാ. കരയണ്ട, സമാനപ്പെട്. നമുക്കേ മുകളിലോട്ട് പോവാം. വാ മോളെ. നിക്ക്. ഇനിയെങ്കിലും നിന്റെ മനസ്സൊന്ന് മാറ്റിക്കൂടെ ഭാമേ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ കുടുംബത്തിലെ കൊച്ചു കുഞ്ഞിന് പോലും ഇഷ്ടമല്ല വിഷ്ണുവിന് നീ നടത്താൻ പോകുന്ന ഈ കല്യാണം. എല്ലാരെയും വേദനിപ്പിച്ചോണ്ട് മതി. എല്ലാവർക്കും വേദന ഉണ്ടാക്കിയത് ഞാനല്ല, നമ്മുടെ സ്വന്തം മകൻ വിഷ്ണു തന്നെയാ. അവൻ ഞാൻ നിശ്ചയിച്ച വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒളിച്ചോടിപ്പോയി. പകരം വിളിച്ചോണ്ട് വന്നതേ ദേ ഇവളെയാ, ഇവളെ. രാഘവേട്ടും ഞാനും മാത്രമല്ല, ഈ വീട്ടിലെ തൂണും തുരുമ്പും കണ്ടതാണല്ലോ അവൻ ഇവളെ എങ്ങനെ വിളിച്ചോണ്ട് വന്നെന്ന്. പൂമാലയിട്ട് ദേ ഈ താലിയും ചാർത്തി. രാഘവേട്ട, ഈ താലിക്കൊരു നേരുണ്ട്. എന്റെ കഴുത്തിൽ രാഘവേട്ടൻ ചാർത്തിയ താലിക്കുള്ളതുപോലൊരു നേര്. ആ നേര് സ്ഥിരമാക്കാനേ ഞാൻ ശ്രമിക്കുന്നുള്ളൂ. ഇപ്പോഴിവൾ അവന്റെ ഭാര്യയാണെന്നുള്ളത് പകുതി രഹസ്യമാ. എനിക്ക് 10 ആളുടെ മുമ്പിൽ അത് പരസ്യമാക്കണം, അത്രേ ഉള്ളൂ ഉദ്ദേശം. അത് പൂർത്തിയാക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും. തടയാൻ പറ്റില്ലൊരു കുഞ്ഞിനും. അത് സത്യഭാമയുടെ തീരുമാനമാ, സത്യഭാമയുടെ മാത്രം തീരുമാനം. ആ മോളെ. നിക്ക്. നീ പറഞ്ഞില്ലേ താലിക്കൊരു നേരുണ്ടെന്ന്? അപ്പോ വിഷ്ണു ശാലിനിയുടെ കഴുത്തിൽ ചാർത്തിയ താലിയോ? അതിനെക്കുറിച്ച് നീ എന്താ മറന്നുപോയത്? മറന്നുപോയതല്ല, മനഃപൂർവ്വം ഓർക്കാത്തതാ. രാഘവേട്ടന് ഓർമ്മ കാണും, വിഷ്ണുവിന്റെയും ശാലിനിയുടെയും വിവാഹ ജീവിതത്തിൽ ഒരു 5-6 വർഷത്തെ ഇരുണ്ട സമയമുണ്ട്. അവള് സ്വന്തം ഭർത്താവിനോടും നമ്മളോടും ആരോടും പറയാതെ നടത്തിയ അജ്ഞാതവാസകാലം. അന്ന് അവളത് ചെയ്തതേ അവൻ അവൾക്ക് ചാർത്തിയ താലിമാല പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് അവൾക്ക് കിട്ടിയ സമ്മാനമാ സത്യ എന്ന പെൺകുട്ടി. അല്ല, അതിനെക്കുറിച്ച് രാഘവേട്ടൻ എന്ത് പറയാനുണ്ട്? ഇനി ശാലിനി ഒരിക്കലും എനിക്ക് മരുമകളാകില്ല.
വെറും ഒരു പരിചയക്കാരി മാത്ര. ഇനി ദേ ഇവളാണ് എന്റെ മരുമകൾ, ഇവളും മാത്രം. വാ മോളെ, വാ. അയ്യേ, നല്ല കുട്ടികൾക്ക് അറിയോ? പപ്പിക്കുട്ടി തൽക്കാലം ഇപ്പൊ ഇവിടെ ഇരിക്കും. ഇവിടെ ഇരിക്കോ? കരയണ്ട, നോക്ക് വിഷ്ണു വെച്ചപ്പോ വരാം. ഇതെന്താ നോക്കിയേ? പപ്പിക്കുട്ടിക്ക് തരാൻ വേണ്ടി വിഷ്ണു അച്ഛൻ വാങ്ങിച്ചു വെച്ചതാ. എന്താ ചിരി? ഇനി ആദ്യം എന്റെ പപ്പിക്കുട്ടി ഇത്തിരി വെള്ളം കുടിച്ചേ, എന്നിട്ട് നമുക്ക് ചോക്ലേറ്റ് കഴിക്കാം. എനിക്ക് വെള്ളം വേണ്ട. ഓ അത് വേണം, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. കരഞ്ഞ് കരഞ്ഞ് തൊണ്ട വരണ്ടല്ലേ, അത് ശരിയാവില്ല. പിടിക്ക്, നല്ല കുട്ടിയല്ലേ? കുറച്ചുകൂടി കുടിക്കടി. ആ പപ്പിക്കുട്ടിയോട് ആരാ പറഞ്ഞ വീട് വിട്ട് ഇറങ്ങിപ്പോവാൻ? ആരും പറഞ്ഞില്ല, ഞാൻ സ്വയം പോയതാ. എനിക്ക് ഇഷ്ടമല്ല വിഷ്ണു അച്ഛൻ ആ ആന്റിയെ കല്യാണം കഴിക്കുന്നത്. അത് മനസ്സിലായി. പക്ഷെ ഇഷ്ടമല്ലാത്തന്റെ കാരണം വിഷ്ണു അച്ഛൻ ചോദിക്കണേ. അവര് ചീത്തയാ. വിഷ്ണു അച്ഛന് ചേരുന്നത് ചേച്ചിയമ്മയാ. വിഷ്ണു അച്ഛൻ ചേച്ചിയമ്മയെ കല്യാണം കഴിച്ചാ മതി. പക്ഷെ നമ്മുടെ സത്യമ്മ സമ്മതിക്കുന്നില്ലല്ലോ മോളെ. സത്യമ്മയ്ക്ക് ഇഷ്ടം വിഷ്ണു അച്ഛൻ ആ കാർത്തികയെ കല്യാണം കഴിക്കുന്നതാ. അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തോണ്ടിരിക്കുക സത്യമ്മ. അത് മുടങ്ങണം. അതിനുവേണ്ടിയാ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അത് മനസ്സിലായി. പക്ഷെ കുട്ടികൾ ഇതുപോലത്തെ സാഹസങ്ങളൊക്കെ ചെയ്യാൻ പാടുണ്ടോ? അത് അപകടല്ലേ? വിഷ്ണു അച്ഛൻ പപ്പിക്കുട്ടീനെ കാണാതെ എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ വല്ലതും? എന്നാ വിഷ്ണു അച്ഛൻ പറ, എങ്ങനെ ഈ കല്യാണം മുടക്കാൻ പറ്റും? അറിയില്ല. കാർത്തികയെ വിഷ്ണു അച്ഛൻ തന്നെ വിളിച്ചോണ്ട് വന്ന അവളെ സഹായിക്കാൻ. അത് പക്ഷെ ഇങ്ങനെയൊന്നാവുന്ന കരുതിയതല്ല. വീട്ടുകാർക്ക് അറിയായിരുന്നോ ഹർഷനുമായിട്ടുള്ള ബന്ധം? അറിയാമായിരുന്നു. പക്ഷെ ആ ബന്ധം നടത്തില്ലെന്ന് അവർക്കെന്തോ വാശിയുള്ളതുപോലെ. അപ്പൊ 2 ആഴ്ച തൽക്കാലം ഒന്ന് മാറി നിൽക്കാൻ ഇടം കിട്ടിയ ഇയാളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും. അല്ല, ഇയാളുടെ കൂട്ടുകാരികളുടെ ആരെങ്കിലും വീട്ടില്? അച്ഛന് എന്റെ കൂട്ടുകാരികളെ എല്ലാം അറിയാം. അച്ഛനറിയാവുന്ന ഏത് സ്ഥലത്തു നിന്നാണെങ്കിലും ഒരു പൂച്ചക്കുഞ്ഞിനെ തൂക്കിയെടുക്കുന്ന പോലെ എന്നെ തൂക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.